ഇന്ത്യൻ നാവികസേനയുടെ കരുത്ത് വർദ്ധിപ്പിച്ചുകൊണ്ട് അത്യാധുനിക സൗകര്യങ്ങളുള്ള 2 യുദ്ധക്കപ്പലുകൾ കമ്മീഷൻ ചെയ്തു. ആത്മനിർഭർ ഭാരതത്തിന് കീഴിൽ തദ്ദേശീയമായി നിർമ്മിച്ച INS ഉദയഗിരി, INS ഹിമഗിരി എന്നിവയാണ് വിശാഖപട്ടണത്ത് നടന്ന ചടങ്ങിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് രാജ്യത്തിന് സമർപ്പിച്ചത്. ഏതൊരു ഭാരതീയനും അഭിമാനിക്കാവുന്ന നിമിഷങ്ങളാണിത്. ആത്മനിർഭർ ഭാരതിന് കീഴിൽ ഇന്ത്യ കുതിപ്പ് തുടരുന്നു. അമേരിക്കയുടെ താരിഫ് ഭീഷണികൾക്കും മറ്റ് ആഗോള സാമ്പത്തിക രാഷ്ട്രീയ പ്രതിസന്ധികൾക്കും മുന്നിൽ മുട്ടുമടക്കാതെ സ്വന്തം കാലിൽ നിൽക്കാനുള്ള നമ്മുടെ ശ്രമങ്ങൾ വിജയം കൈവരിക്കുന്നു. അതിൽ ഏറ്റവും ഒടുവിലത്തേതാണ് INS ഉദയഗിരിയും INS ഹിമഗിരിയും. INS उदयगिरी और INS हिमगिरी की कमीशनिंग आत्मनिर्भर भारत के सपने की एक साकार होती तस्वीर है. साथ ही हमारे विजन और कमिटमेंट का भी मैं मानता हूं कि यह प्रमाण है. यह आत्मनिर्भरता का हमारा पक्का संकल्प है. यह डिफेंस प्रोडक्शन में सेल्फ रिलायंस की ओर हमारा ये बहुत ही डिसाइसिव स्टेप है. രൂപകൽപ്പന, സെൻസർ സംവിധാനങ്ങൾ, ആയുധശേഷി എന്നിവയിലൊക്കെ മുൻ തലമുറയേക്കാൾ ഏറെ മുൻപന്തിയിലുള്ള ഈ കപ്പലുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത ശത്രുക്കളുടെ റഡാറുകളുടെ കണ്ണുവെട്ടിച്ച് സഞ്ചരിക്കാനുള്ള കഴിവാണ്. 30 വർഷത്തിലേറെ സേവനം നൽകി ഡീകമ്മീഷൻ ചെയ്ത INS ഉദയഗിരി, INS ഹിമഗിരി എന്നീ കപ്പലുകളുടെ സ്മരണാർത്ഥമാണ് പുതിയ കപ്പലുകൾക്ക് ഈ പേരുകൾ നൽകിയിരിക്കുന്നത്. മേക്ക് ഇൻ ഇന്ത്യയുടെ പ്രോജക്റ്റ് 17 ആൽഫയുടെ ഭാഗമായി നിർമ്മിച്ചിരിക്കുന്ന കപ്പലുകളിൽ 75% ഇന്ത്യൻ നിർമ്മിത ഘടകങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മുംബൈയിലെ മസഗോൺ കപ്പൽശാലയിലാണ് ഉദയഗിരി നിർമ്മിച്ചിരിക്കുന്നത്. നാവികസേനയുടെ വാർഷിപ്പ് ഡിസൈൻ ബ്യൂറോ രൂപകൽപ്പന ചെയ്ത 100ാമത്തെ കപ്പൽ കൂടിയാണിത്. കൊൽക്കത്തയിലെ കപ്പൽശാലയിലാണ് INS ഹിമഗിരി ഒരുങ്ങിയത്. ഇതാദ്യമായാണ് 2 യുദ്ധക്കപ്പലുകൾ ഒരുമിച്ച് കമ്മീഷൻ ചെയ്യുന്നത്. ഇതോടൊപ്പം രാജ്യത്തെ തൊഴിലവസരങ്ങൾക്ക് കൂടി ഇവയുടെ നിർമ്മാണം മുതൽക്കൂട്ടായിട്ടുണ്ട്. 4000-ഓളം പേർക്ക് നേരിട്ടും 10,000-ഓളം പേർക്ക് പരോക്ഷമായും ഇതിലൂടെ തൊഴിൽ ലഭിച്ചുവെന്നാണ് പ്രതിരോധ മന്ത്രാലയത്തിന്റെ കണക്ക്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ രാജ്യത്തിന്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള നാവികസേനയുടെ ശ്രമങ്ങൾക്ക് ഇരട്ടി ഊർജം പകർന്നുകൊണ്ടാണ് പുതിയ യുദ്ധക്കപ്പലുകൾ സജ്ജമായിരിക്കുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചൈനയുടെ വർദ്ധിച്ചുവരുന്ന ആധിപത്യത്തിനെതിരെ ശക്തമായ പ്രതിരോധ സംവിധാനമായി പ്രവർത്തിക്കാൻ നാവികസേനയെ പുതിയ കപ്പലുകൾ സഹായിക്കും. മലാക്ക കടലിടുക്ക് മുതൽ ആഫ്രിക്ക വരെയുള്ള ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ഇന്ത്യയുടെ നാവിക സാന്നിധ്യം ശക്തമാക്കാനും ഇതിലൂടെ സാധിക്കും. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.